ഹായ്, കേരള കെയർ ഗ്രിഡിൽ വോളണ്ടിയേഴ്സ് എങ്ങനെയാണ് അവരുടെ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് വോളണ്ടിയേഴ്സ് ലോഗിൻ ചെയ്യുക. ഈ ഒരു പേജിൽ അസോസിയേഷൻസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വോളണ്ടിയർ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് 4 അതിൽ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അസൈൻ ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഏത് പേഷ്യൻറ്റിനെയാണോ വിസിറ്റ് ചെയ്യുന്നത് അവരുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് പേജ് നമുക്ക് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആഡ് പേഷ്യൻ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലസ് ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു ടാബ് കിട്ടും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഉള്ള ഫോംസ് വിസിബിളാണ്. ഇതിൽ വോളണ്ടിയർ ഫോമിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ വോളണ്ടിയർ ഫോമിൻ്റെ പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതാണ് വോളണ്ടിയർ ഫോം. ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ്. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരാണ് രോഗിയുടെ പ്രധാന ശുശ്രൂഷകൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസിൽ ഏറ്റവും അധികം രോഗിക്ക് പരിചരണം കൊടുക്കുന്നത് ആരാണെന്ന് സെലക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രോഗിക്ക് ഏതെങ്കിലും രീതിക്കുള്ള സഹായങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലാതെയോ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതും ഓപ്ഷൻസ് ഉണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാം, NGOസിൽ നിന്ന് ലഭിക്കാം, ലഭിക്കുന്നില്ലെങ്കിൽ നോന്ന് കൊടുക്കാം. മറ്റേതെങ്കിലും രീതിക്കാണ് ലഭിക്കുന്നതെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇപ്പം NGOയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും സഹായ ഉപകരണങ്ങൾ പേഷ്യൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്ലാന്നാണ് യെസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനായിട്ട് ഏത് കംഫോർട്ട് ഡിവൈസാണ്, അതായത് ഏത് ഉപകരണമാണ് പേഷ്യൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതും നമ്മൾ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ഏതെങ്കിലും രീതിക്കുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്ഥിരമായി കിട്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കൃത്യമായി ലഭിക്കുന്നു എന്ന് കൊടുക്കാം. കിട്ടുന്നുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുള്ളെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ലഭിക്കുന്നേ ഇല്ലെങ്കിൽ അവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള നോട്ട് റിസീവിങ് നമുക്ക് കൊടുക്കാം. സാമ്പത്തിക സഹായം ഇനി ആവശ്യമില്ലാത്ത പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കിട്ടുന്നുണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായാണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും കിട്ടുന്നുണ്ടെന്ന് കൊടുത്താൽ അതേത് തരത്തിലുള്ള സാമ്പത്തിക സഹായമാണെന്നും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനാണോ അതോ സർക്കാരിതര സഹായങ്ങളാണോ ലഭിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്കുള്ളതാണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മെച്ചപ്പെടുത്താൻ എന്ത് സഹായമാണ് ആവശ്യം എന്നാണ്. അതിനും നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും സഹായമാണ് പേഷ്യൻറ്റിന് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ്റെയും കൂടെ നമ്മൾ ആഡ് നോട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡിലൂടെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട്, മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ ആഡ് നോട്ട്സിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വിസിറ്റിന് പോയെടുത്ത് പേഷ്യൻറ്റിനെ കണ്ട ഡീറ്റെയിൽസ് ആഡ് ആവും. അപ്ഡേറ്റ്സ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓരോ തവണയും ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഫില്ല് ചെയ്യുന്ന ഫോം ഡേറ്റയായിട്ട് ലിസ്റ്റ് ആവുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.